ഓണവും കഴിഞ്ഞു, തിരുവോണവും കഴിഞ്ഞു, ഔട്ടവും കഴിഞ്ഞു. ഇന്ന് ചതയം. ഇന്ന് ചതയമാണ്. ഓ ചമ ആരാണി ചാമ്പവിയെ ഉറങ്ങും. ചേച്ചി വിളിച്ചോ? ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് എന്നാ പറ്റി? അത് നല്ലതായിട്ട് വറുത്ത പോലെ വെക്കാം. അതിപ്പോ പറയുന്നേ ഇതൊക്കെ ഓവർ പുറത്തുനിന്ന് പോവാണ്. ആണെങ്കിൽ TV ഒന്നും വെക്കുന്നില്ല ഇപ്പൊ. എന്താണ് ഇതെന്താ? എന്ത് കിട്ടിയാലും മോയിലോട്ട് വെച്ചോണം കേട്ടോ. അടി തരുവേ. നടത്തില്ല നൂഡിൽസ്. കറണ്ടില്ല വെച്ചേ, കൊണ്ടെല്ലാം വെക്കുന്നില്ല. അപ്പൊ ഇച്ചിരി കഴിയിട്ട് രാവിലെ എണീറ്റ് ഉടനെ TV കറണ്ട് ഇല്ല, ഉണ്ടെല്ലാം വെക്കുന്നില്ല. ഇനി ഇച്ചിരി കഴിയട്ടെ. ആക്കറി എന്നാ കേസ്. പിന്നെ കറണ്ട് പോക്കാണ്. എന്നാ ഒന്നും എടുക്കണ്ട കുഞ്ഞെ. സ്പൂണൊന്നും വേണ്ട വേണ്ട. അത് എന്തോന്നും വെച്ചോണ്ട് അത് കഴുക്കായിപ്പോ അങ്ങനെയൊക്കെ എടുത്താല്. മറിക്ക്. ചേരുന്ന് പറഞ്ഞ എന്നെ കാണുമ്പോ അങ്ങ് ചെയ്യുവല്ലേ. ഇപ്പൊ എന്താ വെക്കുന്നതോ? എന്നാ കളിക്കുന്നേ? ചെസ് തന്നെ കളിക്കുവാണോ? മോൻ ചെയ്തേ, മോനല്ല അറിയാവുന്നേ. ആരാ രാജാവ്? ജയമ രാജാവോ? ശ്യാമളമാരാ? പോലീസോ? ഉണ്ട്. ഇന്നത്തെ എന്നാ ഉണ്ട്? സേനാധിപതിയോ ഉണ്ടല്ലോ. അല്ല ശാംഭവി, മന്ത്രി സേനാനായകനൊക്കെ ആരാ? പിന്നെ അപ്പൊ ഇവരെ സംരക്ഷിക്കുന്ന ആരാ? മന്ത്രിയൊക്കെ ഉണ്ട്. അപ്പൊ കണ്ടുപിടിക്കും കേട്ടോ. നമുക്കിപ്പോ സമയമില്ലാഞ്ഞിട്ടാ. അല്ലേ അപ്പോഴും പറ. മന്ത്രി. അപ്പയോ നാരായണിയോ? ഓക്കെ, അറിയില്ല. അവളെവിടുന്ന് അവളുടെ ബദാം എടുത്തു നിന്ന് ചേച്ചി അറിയണ്ട. നാരായണ ചേച്ചിയുടെ ക്ഷീണമൊക്കെ മാറി വന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവരൊക്കെ എടുത്ത് തിന്നാം. ആ ബാക്കി ആരും എടുക്കും. ആ ബാക്കി കൂടെ എടുത്ത് വെച്ചേ. ബാക്കിയും കൂടെ എടുത്ത് വെച്ചേ. ഇനിയുണ്ട് ബ്ലാക്ക് 2 എണ്ണം. അപ്പുറത്ത് എല്ലായിടത്തും ഒക്കെ. എന്തൊരു മൂടലുണ്ടല്ലോ. അയ്യോ, എൻ്റെ ഉള്ളി കുഴപ്പമില്ലേ. ഇവിടെ പച്ചത്തക്കാളി മണ്ടയിലൊക്കെ ഇരിക്കുന്നുണ്ടോ മമ്മി?
ശാംഭവി അത് മൊത്തം കഴിച്ചാൽ നൂഡിൽസ് ഫുള്ളും കടല വന്നിട്ട് എനിക്ക് ചോറ് തരത്തുള്ളൂ ഇനി. ആഹാ ഇന്നെ അവനെ ചൂടാണ് ചൂട് ചൂടോ ചൂട്. ഇതുവരെ ആയില്ലേ? തുണി വിരിച്ചില്ലേ? ഇത് ചാച്ചാച്ചി എനിക്ക് തന്ന കൊതുക് വലയല്ലേ? കൊള്ളാലോ. ഇവരെന്തിനാ ഇവിടെ കിടന്ന് ഇറങ്ങുന്നേ? ഓക്കെ വലിയ ആൾക്കാർ എന്നാ അവിടെ പൊക്കോ. നിനക്കെന്നാ പ്രശ്നം? നിനക്ക് വീടില്ലേ? ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ. കരിങ്കോടിയാന്ന് പറഞ്ഞേ. ചുണ്ട് കണ്ടോ കത്തി കറച്ചിരിക്കുന്നത്? കാല് കണ്ടോ കറച്ചിരിക്കുന്നത്? കരിങ്കോഴി ഒന്നും അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല. മിക്സാടി ഒരു പക്കാ കരിങ്കോഴി എന്ന് പറഞ്ഞാൽ വേറൊരു ഇതാ. അതല്ല പോട്ടെ ഇപ്പോ ആന കളിക്കാം. ഒരു കമ്പ് ഇവിടെ പോകാനും ഫസ്റ്റ് റെഡിയാണ്. ഇത് കൂടി ചെരുപ്പ് ഇട്ടതിലേ ആൾക്കൂട്ടമൊക്കെ നല്ല തിരക്കാണല്ലോ.
ആ അതിനപ്പുറം ഉണ്ടല്ലോ കുട്ടി. ലോകാരാധനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജന്മജയന്തി ആഘോഷം FNDP യോഗം 1359 നമ്പർ കൂട്ടിക്കൽ ശാഖയുടെ നേതൃത്വത്തിൽ പൂർവാധികം ഭംഗിയായി കൊണ്ടാടുകയാണ്. ചതയദിന ആഘോഷ പരിപാടികളുടെ സമാനതകളില്ലാത്ത വിജയത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ സംഘടനകളിൽ നിന്ന് ഇന്ന് നടക്കുന്ന ആഘോഷ പരിപാടികളിലേക്ക് ഇവിടെ മഴ പെയ്തില്ല. ശരി. നല്ല പോയില്ല ഇത്. നല്ല SNDP ഇതില്ല. ആരുമില്ല. വാതിലൊക്കെ അടച്ചു കുറ്റിയിട്ടു. എന്തിനാണ് വിഷമിച്ചിങ്ങനെ പഠിക്കുന്നത്? പറ്റുമെങ്കിൽ കുറച്ചാൽ പോരെ. നിങ്ങളെന്നാണ് യൂണിഫോമൊക്കെ ഇവിടെ? യൂണിഫോമൊക്കെ ഇവിടെ ട്രോസും എന്നെ മാങ്ങ ഉണ്ടാക്കുന്ന എന്നെ തേങ്ങ
എല്ലാം അറിയത്തില്ല, വരുമ്പം പറയാം. ഇതിൻ്റെയോ? ഇതെന്നാ അമ്മ? ഇൻസ്റ്റാഗ്രാം മാത്രമേ കാണുള്ളൂ, യൂട്യൂബിന്റെ ആളല്ല. ഉണ്ടാക്കാൻ നിങ്ങൾ ഇറങ്ങിയപ്പം മഴയാണ്. അയ്യോ, കണ്ണ് തള്ളി നോക്കിയിട്ട്. മൈദയും അരിപ്പൊടിയുണ്ടോ? റൈസ് പൗഡർ ഇത് അങ്ങനൊന്നും നടക്കില്ല. എന്നാ തേങ്ങ എനിക്ക് കണ്ണ് കാണാം, നിന്റെ പോലെ പ്രശ്നം നിൽക്കാൻ വിടി. നീ ഒരിടത്ത് പിടിച്ചാൽ ഇച്ചിരി കൂടെ വേണം, പാൽ ഒഴിക്കണം. മുട്ടയും കൊണ്ട് ആരെങ്കിലും അച്ചപ്പം ഉണ്ടാക്കുവോ? അച്ചപ്പം ഇടി. എനിക്ക് തോന്നുന്നു അച്ചപ്പം വന്നു. എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ മുട്ട ഇടും അച്ചപ്പത്തിന്. മുട്ട ഇടും, മൈദ ഇടും, അരി ഇടും. അതൊക്കെ ഇട്ടു. മുട്ട ഇടുന്ന എനിക്കറിയത്തില്ല. പിന്നെ നിനക്കെല്ലാം അറിയാം. ഇതുണ്ടോ? എടുക്കാതെ ഇതാകുമ്പോൾ പിന്നെ നല്ല വേണം. കുറച്ച് കുഴപ്പമില്ല. ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ വീഴാൻ പാടാണ്. ആദ്യം ഒക്കെ പനിയാകും. ജ്യൂസായിട്ടല്ല, അല്ല. അതുകൊണ്ടല്ലേ ഈ പാത്രമേ ഉപയോഗിക്കാതെ വെച്ചിരുന്നതാണ്. ഇച്ചിരി കുറച്ച് കിട്ടുമോ? അടുപ്പ് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് എത്തുന്നു. അടുപ്പ് മേടിക്കാനേ ഇന്നലെ പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അടുപ്പ് ഇത് പോയോ? അത് പോയില്ല, അത് ക്ലീൻ ചെയ്തിട്ടില്ല. ഞാനെപ്പോഴും മൈദ മാത്രം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഇച്ചിരി ബലം കിട്ടണമെങ്കിൽ അരിപ്പൊടി. കാലൊടിഞ്ഞോ? എന്നെ എടുത്തിട്ട് ഇവളുടെയാണോ കട്ടിലിൻ്റെ ആണോ? ചപ്പം മൂട്
ശരിയായിട്ട് വീഴാൻ തുടങ്ങിയത് ചൂടാണ് കുറേ ഉപയോഗിക്കാഞ്ഞിട്ടത്. എത്ര കാലമായി നീ പറഞ്ഞാൽ മതി. നൂലല്ലോ ഞാൻ ഒരു ചടയിക്കൊണ്ട് ഞാൻ കഴിച്ചാൽ മതിയോ? മതി. പാവം അമ്മയെ ഇപ്പൊ വേണ്ടായിരുന്നത് അങ്ങോട്ട് മാറാൻ പറ്റുന്നില്ലായിരുന്നു. അല്ല നമുക്ക് പോയേക്കാം, മുണ്ടക്കാൻ എന്നിട്ട് വിളിക്കാം. ആണല്ലോ ആ റോയേ സെറ്റായോ? പുള്ളിക്കാരിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവള് പഞ്ചായത്ത് CDSന്റെ ഒരു ഉണ്ടല്ലേ? വിദ്യാഭ്യാസമല്ല. ഇതോട് പട്ടിപ്പിള്ള ഉണ്ടല്ലേ? പോകട്ടെ. വണ്ടി ഞാനൊന്ന് അമരാവതി വരെ പോയിട്ട് വരാവേ. പോകണല്ലോ. ഭയങ്കര മഴ വരുന്നുണ്ട്. ഇവിടെ വേണ്ടല്ലോ. உடையது மேடம் நான் எப்படியாவது வந்துடுவேன். மேடம் വിളിച്ചായിരുന്നു എല്ലാം താമസിക്കുന്നുണ്ട്. വെള്ളം നിറയ്ക്കണ്ടേ? സമയം എത്രയായി? ഗൂഗിൾ എന്താ ലൈറ്റ് ഇടാൻ പറയാത്തെ? എന്താ സമയേ
എന്നാ നീ അവിടുത്തെ താടിയെ കാണുന്നല്ലേ? അങ്ങനെ തന്നെ വേണം. കൊള്ളല്ലേ? അയ്യോ, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയേ. വെറിയില്ലാത്ത പരിപാടിയില്ല. ഇതിനെക്കുറിച്ച് യൂട്യൂബിൽ അടിച്ചു നോക്കിയേ. എന്നാ ചെയ്യുന്നേ? എന്റെ ഫോൺ പോയി കൂടെ മൈരി ചാർജ് കുത്താൻ പറ്റുമോ ഇതിനകത്ത്? കുത്ത് ഈ സി ഫോൺ നീ അത് കുത്തി ഇല്ലടാ. സിയുടെ ചെറുതാ ചെറുതാ അതല്ലേ ഐഫോൺ ചെറുതോ? സി ഐഫോണിന്റെ ചെറിയ മിനി അങ്ങനെ കുത്താനാ? കേബിളൊക്കെ ആയിട്ട് നീ നടക്കണ്ടേ? പറയോ? ഫോണുണ്ടോ? ഫോണുണ്ടോ? അപ്പൂന്റെ നമ്പറുണ്ടോ? എന്റെ ഫോൺ ഓഫായി പോയി. അവിടെ ഒന്നുമില്ല കുത്തുന്നേ. അപ്പു ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അതെ ഞങ്ങളിപ്പോ ഇതാടാ അളീനെ മിനി അളീനെ പേരപ്പേ അല്ല അളീന് സ്വന്തം ചേട്ടനല്ല, അപ്പന്റെ ചേട്ടൻ. ഇല്ലെന്നേ ഈ ഇന്നലെ വന്ന ഈ മണ്ഡപത്തിലെ അറിയത്തില്ലേ പുള്ളി സവിത ടീച്ചറെ കിട്ടിയാണ് സാറ് നമ്മളെ കൂട്ടുകാരനാണ്. എന്തായാലും ഞാൻ നിന്നോട് എണ്ണ മേടിച്ചു, മറ്റേ 5 ലിറ്ററിന്റെ ഇല്ലേ ആ ക്യാന് പറഞ്ഞായിരുന്നു ഒരു പഴയ ഒരു ഫ്രണ്ടാ ഇവിടെ കൊണ്ട് ചാടിച്ച്. സമയത്ത് 6:45 ആയി. വിളക്ക് നിർത്താറായില്ലേ? അതിനകത്ത് ഇനി വെള്ളം ഒഴിക്കണമായിരിക്കും ചായ ഇടണമെങ്കിലേ. അയ്യോ ഒഴിക്കണായിരുന്നല്ലേ. ഷോ ഞാൻ മറന്നു. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ ഞാനവിടെ ലാബിൽ ജോലിയായിരുന്നു. അപ്പോൾ ഈ മുണ്ടക്കത്തായിരുന്നു ലാബ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഭയങ്കര കൂട്ടായിരുന്നു. അതിൻ്റെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ട അപ്പയാണോ? ആരാണോ? എന്നുണ്ട് നേരത്തെ പോകണം. ഞാൻ അവിടെ തവക്ക മുണ്ടക്കേറ്റിട്ടിട്ട് അവിടെ എങ്ങോട്ട് പോയതല്ലേ? അത് ജോപ്പനുണ്ടായിരുന്നു. ജോപ്പൻ്റെ അടുത്ത് പോയതാണ്. അവിടെ വണ്ടി ഒരെണ്ണം കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ കിടക്കുക. അപ്പോൾ അവിടെ പോയി അത് തള്ളി ഒരിടത്ത് കയറ്റിയിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടിറക്കി. ഇത്രേ ഉള്ളൂ. ഞാൻ കയറി വന്നിട്ട് 10 മിനിറ്റ് പോലും ഇല്ല. എന്നാന്ന് വെച്ചാൽ ഞാൻ അവിടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു പാല്. ഞാൻ കയറി കണ്ടായിരുന്നു. ആണോ? ഞാനും കയറി കണ്ട് വർത്താനം പറഞ്ഞിട്ടാ പോകുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുമല്ലോ ഈ സാധനമൊക്കെ ഇട്ട്. മനങ്ങാൻ പോലും പോയി അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ കണ്ടാ പേടിയാവും. ആഹാരം കഴിക്കുമ്പോ ഇവിടെ എല്ലാം കുത്തിക്കട്ടാ. ഇവിടെല്ലാം മുറിഞ്ഞു. മോള് പോയി അവള് വെള്ളിയാഴ്ച വരുമെന്ന് പറഞ്ഞു. ചേച്ചി പെങ്ങളുണ്ട്. ഇതാണ് 50 പൈസ കടലമുട്ടായി കടക്കമാണ്. ഞാൻ മേടിച്ചാലടി നിന്റെ വല്യമ്മ തത്തി തന്നാണേ ഉണ്ടാക്കിയ അച്ചമ്മ. പച്ചപ്പം. അച്ചമ്മ ഉണ്ടാക്കിയ അച്ചപ്പം. ഇത് ഞാൻ തന്നെയാ ഇങ്ങനെ ചെയ്തത്. അപ്പൊ എനിക്കറിയാം കളയാൻ കേട്ടോ. കണ്ടോ അച്ചമ്മ. നിന്റെ അച്ചമ്മ ആരാ? നിനക്കറിയത്തില്ല നിന്റെ അച്ചമ്മ നിനക്കറിയത്തില്ലേ? തത്തീനെ അറിയാവോ? ഇവളാ തത്തി എന്നുള്ള പേരിടുന്നത്. സരസ്വതിന്ന് വിളിച്ചത് തത്തിനായിട്ട്. തത്തി ഉണ്ടാക്കി തന്നാടി. ഇതാണ് തത്തി ഉണ്ടാക്കിയ അച്ചപ്പം. അമ്മ ഇതുണ്ടോ?
അതിനകത്ത് ഏറ്റവും നല്ല നോക്കി എടുത്തു. സാധാരണ കൊച്ചിന് കൊടുക്കണം. കൊച്ചിനല്ലേടി അങ്ങനത്തെ സാധനം കൊടുത്തത്. എടീ അതൊന്നും നോക്കി അച്ചപ്പ എങ്ങനെ ഉണ്ടെന്ന് നോക്കി. അങ്ങനത്തെ അച്ചപ്പം എങ്ങനെ ഉണ്ടെന്ന് നോക്കി. ഇത്തിരി മൂത്ത് പോയതേ. അതെന്നറിയോ, ആ സാധനം വരുന്നില്ലായിരുന്നു. കുത്തി കുത്തി വരാൻ ലാസ്റ്റ് ആയപ്പം വരാൻ തുടങ്ങി. 3 എണ്ണം ഒരുമിച്ചിടാൻ തുടങ്ങി. ലാസ്റ്റാ വന്ന ഞാൻ ഓർത്തിട്ട് കുറച്ചേ ഉള്ളൂ, പക്ഷെ എന്തായാലും ഉണ്ടല്ലേ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഇനി അടുത്ത പ്രാവശ്യം അമ്മമ്മ ഉണ്ടാക്കിയ അച്ചപ്പം തിന്നും. ആ കുന്തം. ഇവിടെ ഞങ്ങള് പിന്നെ മറ്റേ അറിയില്ലല്ലോ. ഡയമണ്ട് തിന്നു മടുത്തിരിക്കുക. ഇനി അതിനിടയ്ക്ക് അച്ചപ്പം. അച്ചപ്പം പോയിട്ട് അപ്പം പോലും അച്ചപ്പോട്ട് അങ്ങനെ അച്ഛനാണോടി? അമ്മ വീട്ടിലെ അച്ഛൻ അച്ഛൻ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലുണ്ടാക്കിക്കൊണ്ടല്ലേ നമ്മൾ അച്ചപ്പം. ഞങ്ങളവിടെ ഓണത്തിന് ഉണ്ടായിക്കൊണ്ടിരുന്ന എന്നാന്നറിയോ? ഞാൻ കണ്ടില്ല. ഉപ്പേരി, ചക്കരവരട്ടി, അച്ചപ്പം, പിന്നെ ഉണ്ണിയപ്പം. നെയ്യപ്പല്ല ഉണ്ണിയപ്പം. ഉണ്ണിയപ്പത്തിന്റെ ഉണ്ട്, അമ്മയ്ക്കുണ്ട്. പിന്നെ വേറെ കപ്പ ഉറക്കും. അതൊക്കെ പറഞ്ഞ് അത് ഞാൻ ഓർക്കുന്നില്ല. ആ പോയി എന്നാ പപ്പയൊക്കെ ഉണ്ട്. പപ്പ എന്തൊക്കെയോ പറയുന്നുണ്ട്, മനസ്സിലാവും. നിങ്ങളെ വിളിച്ചോണ്ട് എണീറ്റപ്പോ അതെ അവരെല്ലാം നടക്കുമായിരുന്നു. നീ പറയണ്ടായിരുന്നു വിളിച്ചിട്ട് വരണ്ടായി. അച്ഛമ്മ തത്തീനെ പറയുന്നത്. അച്ഛനെ വിളിച്ചാൽ മതി. ഈ തത്തി കുത്തിയിലൊക്കെ എന്തിനാ വിളിക്കുന്നത്? നിനക്ക് മുത്ത് വിളിക്കുന്നതല്ലേ? അച്ഛന്റെ അമ്മ അച്ഛമ്മ, അമ്മയുടെ അമ്മ അമ്മമ്മ. അത് പിന്നെ നിനക്ക് തത്തീന്ന് വിളിക്കാൻ ഇഷ്ടമെങ്കിൽ നീ തത്തീന്ന് വിളിച്ചാൽ മതി, ഒരു വിഷയമില്ല. മുത്തിനെ നീ എന്നേലും വിളി. മുത്തറിഞ്ഞ പോലും ഇല്ല. എന്നോട് പറഞ്ഞൊന്ന് പോയേക്കല്ലെന്ന് പറയാം. ആ നാരായണ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് അങ്ങ് പോയതെന്നാ. ഇവിടെ തൊട്ടടുത്തല്ലേ സ്കൂള്.